പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ദൈവം തൻ്റെ പ്രിയപുത്രനെ സ്നേഹിക്കുന്നു. സ്നേഹമുണ്ടായിട്ട് പോലും നമുക്ക് വേണ്ടി നമ്മളോടുള്ള സ്നേഹം അതിനേക്കാളും അതുപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഈശോയെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. നമുക്കിതിന് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, ഈശോയെ സ്നേഹിക്കുക. അതായത് ദൈവം ഈശോയെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ പ്രിയപുത്രനല്ലേ. അപ്പം ഈശോയെ സ്നേഹിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈശോയെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ ഈശോയെ സ്നേഹിക്കുക. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച ആചരിക്കുന്നതും കുമ്പസാരിക്കുന്നതും കുർബാന സ്വീകരിക്കുന്ന. നല്ല ഒരുക്കത്തോടുകൂടെ ബലിയിൽ പങ്കുചേരുക, അതേ ഒരു വഴിയുള്ളൂ. ഇനി ഈ കുർബാന സമയത്ത് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്, ഫോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഫോൺ നോക്കിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നോ. പക്ഷേ ദൈവം നോക്കുന്നത്, പ്രിയ ദൈവവൈതലേ, നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? ഈശോയുടെ ബലിയുടെ അനുസ്മരണം നീ വളരെ ശ്രദ്ധയോടുകൂടെ വില കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് നീ പങ്കുചേരുന്നുണ്ടോ എന്നാണ് ദൈവം നോക്കുക. അപ്പോൾ ഓരോരുത്തർക്കും റോളുണ്ട്. ഒരു കൂട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഓരോരുത്തർക്കും ഒരു റോളുണ്ട് പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ. അത് ഭംഗിയായി ചെയ്യാനുള്ള കൃപ നമുക്ക് ചോദിക്കാം. പാഴാക്കിയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് ദൈവമേ, നന്നായി ശ്രദ്ധയോടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് യാക്കോബ് മക്കളോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഹിത്യനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. മാമ്രയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പെലായിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. വയലിലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു. അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരിത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവൻ്റെ മുൻപിൽ വീണു പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്നു കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ജോസഫും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു. ജോസഫ് 140 കൊല്ലം ജീവിച്ചു. എഫ്രായിമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു. മനാസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ഉന്മേഷഭരിതമാകുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ഉന്മേഷഭരിതമാകുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ഉന്മേഷഭരിതമാകുന്നു. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ഉന്മേഷഭരിതമാകുന്നു. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു.
കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ഉന്മേഷഭരിതമാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുക, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കുക. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെടുക. ഒരു നാണയത്തിൽ 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജോസഫ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും അത് പറയുന്നുണ്ട്. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ളൊരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് അത് പിതാവിൻ്റെ ഇഷ്ടമാണല്ലോ, ഇല്ലേ? ജോസഫിനെ ഇഷ്ടപ്പെടുക എന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പിതാവിൻ്റെ മറ്റു മക്കൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അതായത് പിതാവ് സ്നേഹിക്കുന്ന കാര്യങ്ങളെ മക്കളും സ്നേഹിക്കുക, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ജോസഫിനെ ഇങ്ങനെ ആടുമേയ്ക്കാൻ വിടുകയാണ്. അവരെല്ലാവരും പോയി. അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെഖേമിലേക്ക് പോയി. അതായത് ബാക്കിയുള്ള മക്കളെല്ലാം പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, യാക്കോബിൻ്റെ പുതിയ പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ സഹോദരന്മാർ ഷെഖേമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു. ഇത് വെറുതെ ഒന്ന് ചിന്തിച്ച്, ദൈവപിതാവ് ഈശോയെ നമുക്ക് വേണ്ടി വിട്ടു തന്നതിനെ പോലെയാണത്. ഈശോയോട് ചോദിച്ചു, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് പോവുമോ? ഈശോ നോ എന്ന് പറഞ്ഞില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ ജോസഫിനെ അവരുടെ കൂടെ വിടുകയാണ്. അപ്പോൾ ജോസഫ് ആരാ? പിതാവിൻ്റെ ഏറ്റവും ഇഷ്ട കഥാപാത്രമാണ്. ആ ഇഷ്ട കഥാപാത്രത്തെ സ്നേഹിക്കുക എന്നതാണ് മറ്റ് സഹോദരന്മാർ ചെയ്യേണ്ടത്. പക്ഷെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അവർ സ്വപ്നക്കാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെതിരെ ഗൂഢാലോചന നടത്തി, അവൻ്റെ പുറംകുപ്പായം ഊരിയെടുത്തു, അവനെ കുഴിയിൽ തള്ളിയിടാൻ നോക്കി. എന്നിട്ട് ഇസ്മായിലർക്ക് വിറ്റു. എന്നിട്ട് അവൻ മരിച്ചുപോയി, ജീവിച്ചിരിപ്പില്ല എന്ന് കാണിക്കാൻ വേണ്ടി
അവൻ്റെ പുറംകുപ്പായത്തിൽ ഒരാടിനെ കൊന്ന് രക്തം പുരട്ടി അപ്പനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അവൻ മരിച്ചുപോയി. വല്ല കാട്ടുമൃഗങ്ങളും കൊന്നു തിന്ന് കാണാം എന്ന് പറഞ്ഞു. ഇത് പിതാവ് അറിയുന്നില്ല. അങ്ങനെ പോയി. ഇത് കുറേ കഴിയുമ്പോഴും 42-ാം അധ്യായം എത്തുമ്പോഴും 21-ാമത്തെ വാക്യം, 42-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇവർ പിന്നീട് ഈ സഹോദരന്മാർ ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് വരും. അപ്പോൾ അത് തങ്ങളുടെ സഹോദരൻ ജോസഫാണെന്നറിയാതെ തന്നെ അവർക്ക് അനുതാപം കിട്ടിയതാണ്. അത് 21-ാമത്തെ വാക്യത്തിൽ അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച. അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ അന്ന് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കും, ജോസഫിനെ രക്ഷിക്കാൻ ശ്രമിക്കും. റൂബനും പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ജോസഫ് തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം മറ്റൊരു സഹായിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫിനോട് സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. ഇങ്ങനെ ജോസഫ് അത് ഉള്ളിൽ വെച്ചില്ല. ജോസഫ് അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞു. ദൈവം നമ്മളോട് പാപം ക്ഷമിക്കുന്നത് പോലെ ഇങ്ങനെ എല്ലാം നന്നായി. അവരുടെ ക്ഷാമകാലത്ത് ജോസഫ് തന്നെ എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു. ബെഞ്ചമിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുവേണ്ടി ശിമയോനെ പിടിച്ചു വെച്ചു. യൂദാ പറഞ്ഞു, സഹോദരന്മാരിൽ ഓരോരുത്തരാണ്. യൂദാ പറഞ്ഞു, അത് ഞാനിവിടെ തടവുകാരായിട്ട് നിന്നോളാം, അവരെയൊക്കെ വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബെഞ്ചമിനെ വിട്ടുകൊടുക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരും, റൂബൻ, യൂദ, ശിമയോൻ, ഇവരൊക്കെ പ്രത്യേകമായിട്ട് അവർ ഇടപെടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പനും വരികയാണ്. അപ്പനും വന്നു. അങ്ങനെ സന്തോഷമായി. ഫറവോ അവർക്ക് ഈജിപ്തിലെ ഒരു ദേശം തന്നെ താമസിക്കാൻ കൊടുത്തു. സന്തോഷമായി. പിന്നീടാണ് ഇന്നത്തെ വായനയിൽ 50-ാം അധ്യായം, ഉൽപ്പത്തിയുടെ അവസാനത്തെ അധ്യായമാണ്. പിതാവ് മരിച്ചു, ഇസ്രായേൽ മരിച്ചു, യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർക്ക് പേടിയായി. അത് ഏതാണ്ട് ഒരു പാപം ദൈവം ക്ഷമിച്ചതാണ്. പക്ഷേ പാപത്തിൻ്റെ ഹാങ് ഓവർ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പേടിയാവും. ദൈവനോട് ക്ഷമിച്ചോ എന്നിട്ട് പിന്നെയും കുമ്പസാരിക്കും. അത് വേറെ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു പേടി. തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരുപക്ഷെ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അതായത് അവർ ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ്. പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിപ്രകാരമാണ് ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരിത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. കാരണം ഇത്രയും ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും എല്ലാം ദാരിദ്ര്യത്തിൽ അവർക്കെല്ലാം കൊടുത്തിട്ടും ഞാൻ അവരോട് ഒരു കുറ്റപ്പെടുത്തലും പറഞ്ഞില്ല, പക വീട്ടാൻ ശ്രമിച്ചില്ല. നിങ്ങൾ എന്നെ അന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയിടാൻ ഇസ്മായിലർക്ക് വിൽക്കാനും എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന എന്നെ മരിച്ചുവെന്ന പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. നിങ്ങൾക്ക് ഞാൻ ഇനി ഒന്നും തരികയില്ല. അങ്ങനെ ഒരു വർത്തമാനമേ ഇല്ല. എല്ലാം ക്ഷമിച്ച് അങ്ങനെ പിതാവ് മരിച്ചപ്പോൾ ഇവർക്ക് ആ ക്ഷമയൊക്കെ അവർ മറന്നുപോയി. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. ഈശോ പാപം ക്ഷമിച്ചിട്ടും നമുക്ക് ഒരു ദൈവത്തോടൊരു കരുണ നമുക്കില്ല. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് പ്രതിഫലമായി ദൈവത്തോട്, ദൈവിക കാര്യങ്ങളോട് പലപ്പോഴും നമുക്ക് അത്ര സ്നേഹമൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജോസഫ് കരഞ്ഞുപോയി. ദൈവമേ, ഞാൻ ഇത്രയും ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്തിട്ടും. ജോസഫ് ഒരു വൃത്തിയുള്ള മനുഷ്യനാണ്, അതായത് വൃത്തിയാണ്, ഒരു കളങ്കം പോലുമില്ല. പൊത്തിഫറിന്റെ ഭാര്യ മുന്നിൽ വന്നപ്പോഴും പാപം ചെയ്യാതിരുന്ന ജോസഫ് ക്ഷമയുടെ അങ്ങേറ്റമാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ പകരക്കാരനെ പോലെയാണ് ജോസഫ്. സഹിച്ചതിൻ്റെ അങ്ങേറ്റം, എന്നിട്ടും ക്ഷമിക്കുന്നതിൻ്റെയും അങ്ങേറ്റം. അതാണ് ഈശോ. സഹിക്കുന്നതിൻ്റെ അങ്ങേറ്റം, ക്ഷമിക്കുന്നതിൻ്റെ അങ്ങേറ്റം. എന്നിട്ട് അപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വീണ് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പാപം പണ്ടെന്തെങ്കിലും 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഞാനത് ക്ഷമിച്ചതല്ലേ
അതിൻ്റെ ഹാങ് ഓവർ മാറാൻ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ പഴയ പാപ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ദിവസേന പ്രാർത്ഥിച്ചാൽ മതി, അത് മാറിക്കിട്ടും. അപ്പോൾ ജോസഫ് പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, അത് ശരിയാണ്, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. ജോസഫ് പറയാണ്, മറ്റ് സഹോദരന്മാരുടെ മക്കളെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈശോ പറയാണ്, ഈശോ അങ്ങനെ പറയുന്നുണ്ട്, മക്കളെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഈ ഒരു കാര്യം നമ്മൾ ധ്യാനിക്കണം. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് 10-ാം അധ്യായം, മത്തായി 10:32. എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ 10:33 മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോഴാണ് ഈശോ ഇങ്ങനെ ചങ്ക് പറിച്ച് കാണിച്ചു തന്നിട്ടും നമുക്ക് ഞാനാണ് രക്ഷകൻ എന്ന് പറഞ്ഞിട്ടും നമ്മൾ ദുരാചാരത്തിൻ്റെ പുറകെ പോകുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണത്, വലിയ തെറ്റ്. ചരട് കെട്ടാനും താക്കോല് പൂട്ടാനും തൊട്ടിൽ കെട്ടാനും അതേക്കുറിച്ച് ഇവിടെ പറയുമ്പോഴും 2 വർത്തമാനങ്ങൾ ഞാൻ കേൾക്കാനിടയായി. എന്തൊരു കഠിന ഹൃദയമാണത്. ഒരാൾ പറയുകയാണ്, വിശ്വാസത്തിനെതിരെ ഈശോ ഇങ്ങനെ മരിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ ഇങ്ങനെ മരിച്ചു നിൽക്കുമ്പോഴും നമുക്ക് ഈശോ തരുന്ന രക്ഷ വേണ്ട, കുംഭസാരം വേണ്ട, കുർബാന സ്വീകരണം വേണ്ട, ഞായറാഴ്ച ആചരണം വേണ്ട, നമുക്ക് തൊട്ടിൽ മതി. മരത്തിൽ കൊണ്ട് തൊട്ടിൽ കെട്ടിയ മരമാണോ കുഞ്ഞിന് നൽകുന്നത്? ഒരു മരത്തെ കൊണ്ട് ചരട് കെട്ടിയാൽ നിനക്ക് കല്യാണം കിട്ടുമെന്ന് നീ വ്യാമോഹിക്കുന്നുണ്ടോ? അത് ദൈവമല്ല തരുന്നത്. സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കുടുംബജീവിതം തരുന്നത്? സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർക്കാൻ വേണ്ടി. സൃഷ്ടിക്കുന്നത് ആരാ? ദൈവം. മരമാണോ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്? ദൈവമല്ലേ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത്? എന്തിന് മരത്തെ കൊണ്ട് ചരട് കെട്ടി? ദൈവം ഇങ്ങനെ മരിച്ച് ഞാൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് ക്ഷമിച്ച് അങ്ങേയറ്റം നിൽക്കുമ്പോഴും നമ്മൾ ദൈവത്തെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 2 വർത്തമാനങ്ങൾ ഇപ്രകാരമാണ്. അത് അവരുടെ തൊഴിലല്ലേ, അയ്യോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് തൊട്ടിലൊക്കെ മേടിക്കണ്ടേ, അല്ലെങ്കിൽ ആ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? പ്രിയ പൈതലെ, നിനക്ക് അവരോട് സഹതാപം ഉണ്ടെങ്കിൽ നീ നിന്റെ കയ്യിൽ 1000-500 ഒക്കെ എടുത്ത് കൊടുക്ക, പക്ഷെ ദൈവത്തെ തള്ളിപ്പറയല്ലേ. മറ്റൊരു വർത്തമാനം ഇപ്രകാരമാണ് കേട്ടത്. അപ്പോൾ അതിവിടെ നിർത്തലാക്കിയോ? ഇവിടെ തീർത്ഥാടന കേന്ദ്രം അത് നിരോധിക്കപ്പെട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് അനുഗ്രഹമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല 1-ാം പ്രമാണ ലംഘനവും. അപ്പോൾ അതിപ്പോൾ നിർത്തലാക്കിയോ? അപ്പോൾ തൊട്ടിലിനൊക്കെ പകരമായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത ചോദ്യ. എന്തൊരു കഷ്ടമാണ് നോക്കിക്കേ. ഇനി തൊട്ടിലിന് പകരം, തൊട്ടിലാണ് ആശ്രയം. ഈശോ മരിച്ചിട്ട് ഈശോയിലൊരു ആശ്രയം വെക്കാൻ പറ്റുന്നില്ല. ജോസഫ് പറഞ്ഞു, മക്കളെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ മക്കളുടെ കാര്യം കൂടി ഞാൻ നോക്കിക്കോളാം. ഈശോ പറയുന്നത് പോലെ ഞാൻ നോക്കിക്കോളാം മക്കളെ, ഞാൻ നോക്കിക്കോളാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്, നീ എൻ്റെ പ്രിയപുത്രൻ എന്ന മാമോദീസ വേളയിൽ ദൈവം പറഞ്ഞതാണ്. താബോർ മലയിൽ രൂപാന്തര സമയത്ത് നമ്മളോട് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യാക്കോബിന്റെ പ്രിയപുത്രൻ ജോസഫ് ആണെങ്കിൽ ജോസഫിനെ സ്നേഹിക്കേണ്ടതിന് പകരം അവനോട് ചെയ്ത ദ്രോഹം. ദൈവത്തിന്റെ പ്രിയപുത്രൻ ഈശോ, ഇവൻ എൻ്റെ പ്രിയപുത്രന്റെ വാക്ക് ശ്രവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ട് ആ ദൈവപുത്രനെ സ്നേഹിക്കാതെ മറ്റു പല ലൊടുക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നീ എന്ത് ദൈവവിശ്വാസത്തിലാണ്? നിനക്ക് ആദ്യ കുർബാന സ്വീകരണം തന്ന് മാമോദീസ, ആദ്യ കുർബാന സ്വീകരണം, കുംഭസാരം, സ്ഥൈര്യലേപനം, വിശുദ്ധ വിവാഹം, നീ അതിലൂടെ എല്ലാം ദൈവത്തോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് നീ വഴിയിൽ കാണുന്നവർ പറയുന്ന വാക്യങ്ങള് അത് കേട്ടുപോയാൽ നിനക്ക് പിന്നെ എന്ത് വിശ്വാസ പരിശീലനമാണ് സഭയിലൂടെ ലഭിച്ചത്? വഴിയിൽ കളയാൻ വേണ്ടിയിട്ടാണോ ഈ ഈശോയിലുള്ള വിശ്വാസം വഴിയിൽ വലിച്ചെറിഞ്ഞു കളയാൻ വേണ്ടിയിട്ടാണോ? നീ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് വെച്ച് കൈവച്ച് നോക്കി. നീ കുറെ ചോദിക്കുന്നുണ്ടല്ലോ, പ്രിയ ദൈവത്തിലെ അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. നിനക്ക് ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കാൻ പറ്റിയിട്ടുണ്ടോ?
മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ വന്നു നിൽക്കുമ്പോൾ മാതാവ് കാണിച്ചു തരുന്ന മാതൃക ഇത്രയേ ഉള്ളൂ. കുരിശിൻ്റെ വഴിയിലൂടെ വിട്ടകലാതെ കൂടെ നടന്നിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി പരിശുദ്ധ കുർബാന അതുപോലെ സ്വീകരിക്കണ്ടേ മാതാവിൻ്റെ സന്നിധി വന്നിട്ട് മാതാവ് ചെയ്ത ഒരു കാര്യം പോലും അനുകരിക്കാൻ പറ്റാതെ പിന്നെ എന്ത് വിശ്വാസമാണ്? അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് അത്ര കണ്ടൊന്നും സ്നേഹിച്ചിട്ടില്ല, എന്നിട്ട് നമുക്കിപ്പോഴും അത് വേണം ഇത് വേണം, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പരാതി. നമുക്കൊന്ന് എഴുന്നേറ്റുക, ഒന്ന് കരമൊന്ന് ഉയർത്തി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്കുള്ളിൽ വേദന തോന്നുന്നില്ലേ? ഈശോയെ സ്നേഹിച്ചിട്ടില്ല, ആ ഈശോ നാമം ഒന്ന് വിളിക്കുക, കരമുയർത്തി വിളിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കട്ടെ. 10 മടങ്ങ് സ്വരത്തിൽ തീഷ്ണതയിൽ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. പക്ഷേ പത്രോസ് പരിഹാരം ചെയ്തു. ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രോസ് ഉറക്കെ പറഞ്ഞു. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു. നിനക്ക് നീ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, സാരമില്ല മക്കളെ, അതൊന്നും സാരമില്ല. നീ ഈശോയെ സ്നേഹിച്ചിട്ടില്ല, വേണ്ട വിധം സ്നേഹിച്ചിട്ടില്ല, പക്ഷെ അതൊന്നും സാരമില്ല. പക്ഷെ നിനക്ക് ഇനി പറ്റുമോ? നിന്റെ ഈശോയെ ആരാധിക്കാൻ പറ്റുമോ? കരമുയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധ മറിയം ഇത്ര അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മുടെ മധ്യസ്ഥയായിട്ട് സ്വർഗത്തിന്റെ മകളായിട്ടുണ്ടെങ്കിൽ, അത് ഈശോയുടെ മരണത്തെ ആരാധിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും വേറെ കുറുക്കു വഴിയില്ല, ദുരാചാരങ്ങളുടെ പുറകെയല്ല, ഈശോയായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ഈശോയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ മരണത്തെ ആരാധിക്കുക. കരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ, ആ രക്ഷാനാമം വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ നാമം അനുസ്മരിക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് ധ്യാന കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നത്. യേശുവേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു നിമിഷമെങ്കിലും ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുത്ത് ഈശോയെ സ്തുതിക്കുന്ന ഈ സമൂഹത്തിൽ അടയാളങ്ങളും രോഗശാന്തികളും അത്ഭുതങ്ങളും വർഷിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, കടബാധ്യതകൾ മാറട്ടെ, വിദേശത്തും നാട്ടിലും ജോലി ലഭിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, ജോലി പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഓരോ പൈതലിനും വ്യക്തമായി അനുഭവിക്കാൻ കർത്താവേ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ യേശുവേ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരമടിച്ച്. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ അമ്മ മരണം വരെ ഈശോയെ വിടാതെ, അമ്മ നഷ്ടപ്പെടുത്താതെ ഈശോയെ കൊണ്ടു നടന്നതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ കൊണ്ടു നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, ആശയായി അർപ്പിക്കുന്നു. പ്രിയ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായേ അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവേ, അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ സഹരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും
കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ കനിണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ കനിണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ, ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.